എന്ത് രസകര ഗവേഷണം നടത്തുന്നേ. അയ്യാ അത് ഉള്ളിയാ. അയ്യാ ഉള്ളി എന്തോ എടുത്ത് തിന്നോ? കൊള്ളാം ഉള്ളീനെ. രസമുണ്ട്. എവിടെന്നേലും സൈഡിൽ നിന്ന് പിടി. എന്തോ ഇതിന്റെ കവർ ഫോട്ടോയോ എന്തെങ്കിലും കണ്ടിട്ട് അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. അത് അഡ്വാൻസ് ആയിട്ട് ഞാനങ്ങ് പറയുവാണേ. കാരണം വലിയ പ്രോസസ്സിംഗ് ആണ്, ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച് ഈ വീഡിയോ ആരും ഫുൾ കാണാതിരിക്കരുതേ. ഹലോ, ഹെഡ്മീൽ ഉടനെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഗ്രിൽ ചെയ്ത ചിക്കന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് അതേ ടേസ്റ്റിൽ നമ്മൾക്ക് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഫുൾ കോഴി ഗ്രില്ല് ചെയ്യാനാന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി. പീസാക്കാതെ ഇതുപോലെ മുഴുവനേ കിട്ടും. ഇത് ഇപ്പോൾ ഒരു 650 ഗ്രാമുള്ള കോഴിയാണ്. നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും മേടിക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നും ഇല്ല. നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫുൾ വെള്ളമൊഴിച്ച് ഒരു 2 സ്പൂൺ വിനാഗിരിയും അരമുറി നാരങ്ങായും പിഴിഞ്ഞൊഴിച്ച് 2 സ്പൂൺ ഉപ്പും ഇട്ട് ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായത്. അപ്പൊ കുറഞ്ഞതൊരു 5 മണിക്കൂറിലേ ഇരിക്കണം. 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഇതങ്ങനെ കൈ തണുക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാ. ഇത് നല്ല സോഫ്റ്റ് ആവാനും ഉപ്പൊക്കെ ഇതിൽ പിടിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ആകമൊക്കെ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്താ തന്നെ, എങ്കിലും നമുക്കൂടെ ഒന്നുകൂടെ കഴുകി എക്സ്ട്രാ ഉള്ള അഴുക്കൊക്കെ ഞാൻ മാറ്റിയാ വെള്ളമൊഴിച്ചിട്ടത്. എങ്കിലും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. നിങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തൊലിയോട് കൂടി തരാൻ പറയണേ. ഞാനിത് അവർ ക്ലീൻ ചെയ്തപ്പോൾ ഇത് തൊലിയോട് കൂടി തരണേന്ന് പറയാൻ വിട്ടുപോയി. നമുക്ക് തൊലിയോട് കൂടിയാണ് വേണ്ടത്. നാടൻ കോഴിയോ നിങ്ങൾക്ക് ഏത് കോഴിയാണോ അവൈലബിൾ ഉള്ള അത് എടുക്കാമേ. ഇതിപ്പോ നാടൻ കോഴിയാ. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി നന്നായിട്ട് കുറച്ച് ഉപ്പ് വേണം. അതുപോലെ കുരുമുളക് പൊടിയും നല്ലതുപോലെ വേണം. നമുക്ക് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു 4 സ്പൂൺ കുരുമുളക് പൊടിയോളം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പും നല്ലതുപോലെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇടാം. ഇതിപ്പോ കഷ്ടമെന്ന് പറയാം. ഇന്നലെ കുറച്ച് പോയി, ഇന്നും പോയി. എന്താണ്? ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിനകത്ത് ഇത് വരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനകത്തേക്ക് നല്ലതുപോലെ അകത്തും പുറത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിനെ നല്ലതുപോലെ മസാലയിൽ പൊതിയണം. അപ്പൊ അകത്തൊക്കെ നല്ലപോലെ പിടിപ്പിക്കണേ. ദേ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ പിടിപ്പിക്കണം. എങ്ങും ബാക്കി വെക്കരുത്. ഈ കോഴിക്കകത്ത് എവിടൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഇതിനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എങ്കിലേ ഇതിനകത്തേക്ക് ഈ എരിയൊക്കെ ഇറങ്ങത്തുള്ളേ. ഇപ്പൊ മസാലയൊക്കെ പുരട്ടി കുട്ടപ്പനാക്കി. ആ മസാല മൊത്തം ഞാൻ പുരട്ടിയേ. ജോസാനും ഞാനും കൂടെ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ അത്യാവശ്യമായിട്ട് ചർച്ചിൽ നിന്ന് യൂത്ത് പിള്ളേരെല്ലാം കൂടെ എന്തൊക്കെയോ പ്രോഗ്രാം റെഡിയാക്കുന്നുണ്ട്, അതിനു വേണ്ടി വിളിച്ചു. അങ്ങനെ പോയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോഴിയുടെ അകത്തെ ഈ അകഭാഗത്ത് അരമുറി നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് വേണേ കട്ട് ചെയ്യാൻ. ഈ അരമുറി നാരങ്ങ അകത്തോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് എന്താണ് ഈ ചെയ്യുന്നതെന്ന്. ചെറുതും വലുതുമായിട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ അരമുറി സവാള മതി, അതിനകത്ത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ സവാള അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടേ. സ്ഥലം ഇല്ലയോ അറക്കകത്ത്? എത്രയും ഉള്ളിലോട്ട് കയറ്റാമോ അത്രയും കയറ്റിക്കോ, അത് പോവാതെ. ഇപ്പൊ ഓക്കെ ആയി. ഇനി ബാക്കി
കുക്കറിൽ തന്നെ ചെയ്യണം കേട്ടോ, കുക്കറിലല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഈ കോഴിയെ ഇതുപോലെ എടുത്ത് ഇതിനകത്തോട്ട് വെക്കുക. കണ്ടോ, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. ഇനി കുക്കർ അടയ്ക്കാം. ചിക്കന്റെ വേവെന്ന് പറയുന്നത് അത് കോഴിയിലും ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും. പിന്നെ മുറ്റിയ കോഴിയാണെങ്കിൽ അതിന് വ്യത്യാസം വരും, അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. അതല്ല എങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ഹൈ ഫ്ലെയിമിൽ 2ഉം മീഡിയം ഫ്ലെയിമിൽ 2ഉം ചെയ്ത് സ്റ്റീം മൊത്തം പോയ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി വേവിച്ചാലും മതി. ഇനി അടിയിൽ എണ്ണയൊന്നും ഒഴിക്കണ്ടേന്ന് ചോദിച്ചാൽ ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ കോഴിക്കകത്ത് നിന്നും വെള്ളവും നെയ്യും ഒക്കെ ഇറങ്ങും. ആ ഇതിൽ കിടന്ന് അത് നന്നായിട്ട് വെന്തോളും, ഒട്ടും അടിക്ക് പിടിക്കില്ല, പേടിക്കണ്ട. ഇത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും ഇട്ട ശേഷം ഞാൻ ഓഫ് ചെയ്തതാണേ. അതിന്റെ സ്റ്റീം നന്നായിട്ട് പോയിട്ടേ തുറക്കാവേ. കണ്ടോ, ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല. നോക്കിക്കേ, ആ ചിക്കനിൽ നിറങ്ങിയ വെള്ളവും നെയ്യും ഒക്കെയാ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുബൂസ് കൂട്ടി കഴിക്കാം, ബ്രെഡ് കൂട്ടി കഴിക്കാം, പിന്നെ നമുക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത്. പ്രത്യേകിച്ച് ഈ തണുപ്പൊക്കെ തുടങ്ങുന്ന സമയമാണ്, തണുപ്പ് തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഇതാവുമ്പോൾ നമ്മൾ മസാലകളൊന്നും അധികം ചേർക്കുന്നില്ല, എണ്ണ ചേർക്കുന്നില്ല, സാധാ ഗ്രില്ല് ചെയ്തെടുക്കുന്നതിന് പകരമുള്ള ഒരു ഡിഷ്, അത്രയേ ഉള്ളൂ. ജോസന കൈകൊണ്ട് ഇളക്കാമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇളക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടാ പോർക്ക് അവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇളക്കി നോക്കൂ. ജോസൻ ഇഷ്ടം പോലെ വെന്തോ, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ലപോലെ ഇളകി വരുന്നുണ്ടേ. കോഴി മുഴുവനെയാണ് നന്നായിട്ട് വെന്ത്. നോക്കിക്കേ, ഇളകി വരുന്നത്. ട്രൈ ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒന്നുമില്ല മസാല, ഒന്നും വളരെ എളുപ്പമാണ്. എരിയുണ്ടോ ഒത്തിരി? ഇല്ല, ആവശ്യത്തിനുണ്ട്. കുരുമുളക് വെച്ചിട്ട് നല്ലപോലെ ചേർത്തായിരുന്നു ഞാൻ. പക്ഷേ ഇത് എണ്ണ പറ്റത്തില്ലല്ലോ. ഒന്നുമില്ല. ഗ്രില്ല് ചെയ്യുന്നതിന് പകരം കുക്കറിൽ വേവിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കഴിക്കുക, അതേപോലെ തന്നെ ഷെയർ, ലൈക്ക് എല്ലാം ചെയ്യുക. ഞാനിപ്പോ ഈ കോഴിയെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നായിട്ട് ഇളകി വരുന്നുണ്ട്, നല്ല പരുവത്തിന് വെന്തേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കുക, അതേപോലെ ചെയ്താൽ മതി. എല്ലാവർക്കും തരികയാണ്, കഴിക്കുക. അപ്പോൾ എണ്ണ അധികം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ, മസാല അധികം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ചിക്കൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എണ്ണയും അധികം ഒട്ടും ആവുന്നില്ല, മസാലകളും ആവുന്നില്ല. ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തതുപോലെ നമുക്ക് കഴിക്കാനും പറ്റും. അത്രയ്ക്ക് ടേസ്റ്റ്. അതേ നന്നായിട്ട് വെന്തു, കാലൊക്കെ ഇളകി വരുന്നു. ശോശം കാലുമായിട്ട് മസിൽ പിടിക്കുന്നു. ആഹാ, കൊള്ളാം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത ഒരു കോഴിയും കൂടെ മേടിച്ചാൽ എന്താന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.